സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹരിയും ശിവനും കൂടെ ശങ്കരമാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതുപോലെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്തായാലും അവരെ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഹരിയുടെ കയ്യിലുമുണ്ട്. അപ്പു എന്ന് പറഞ്ഞ ജോലിക്ക് നീ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഹരിയെ ശങ്കരമാമയും കുറ്റപ്പെടുത്തുന്നു. ഇത് കേട്ട് ഹരി പൊട്ടിക്കരയുന്നു. ശിവൻ ഹരിയെ സമാധാനപ്പെടുത്തുന്നു. തുടർന്ന് പറയുന്നുണ്ട്, നമുക്ക് നാളെ എന്തായാലും 2 ദിവസം കൂടെ അന്വേഷിച്ചിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും അന്വേഷണം നടത്തി നമുക്ക് അവരെ കണ്ടെത്താം. നിങ്ങൾ സമാധാനപ്പെടും, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞ് ശങ്കരമാമ അവരെ സമാധാനപ്പെടുത്തുന്നു. തുടർന്ന് അപ്പുവും അഞ്ചും കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവരെ അന്വേഷിച്ച് പോയ 2 പേരെയും കാണുന്നില്ലല്ലോ, കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും ഒരു പക്ഷേ അവർ വിളിക്കാതെയെങ്കിലും ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ജയന്തി വരുന്നു. ജയന്തി വന്നിട്ട് അവിടെ ഇരിക്കയറ്റുകയാണ്. ഈ സംഭവമൊക്കെ ഉള്ളത് അറിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നു. എന്നോട് സാവിത്രി അമ്മായി വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കണ്ണനാണ്. അവനാണ് ഈ വീട്ടിൽ ഈ സമാധാനമില്ലായ്മ ഉണ്ടാക്കിയത്. അവൻ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവന് പൈസ വേണമെന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ അവർക്ക് ഇനി വേറെ മാർഗ്ഗമില്ലാതെ അവർ അവസാനമായിട്ട് ഒന്നും പറയാതെ ആരോടും പറയാതെ ഇറങ്ങിപ്പോയതായിരിക്കും എന്ന് പറയുന്നു. ഇനി ആത്മഹത്യ വല്ലതും ചെയ്തതാണോ എന്ന് ചോദിക്കുന്നു. അതായത് ലെറ്റർ അപ്പു കാണിക്കുന്നുണ്ട്. ഇപ്പം ഇത് ആത്മഹത്യക്കുറിപ്പ് പോലെ ഉണ്ടല്ലോ, ഇനി അവരെ കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീയും കൂടി ഉത്തരവാദിയാണെന്ന് അപ്പുവിനെ കുറ്റപ്പെടുത്തുന്നു. അപ്പു ഇത് കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ശിവനും ഹരിയും വരുന്നുണ്ട്. അപ്പോൾ ഈ ജയന്തിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ ജയന്തി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ബാലേട്ടൻ ഇറക്കി വിട്ടതുപോലെ തന്നെയാണ് വീണ്ടും അനിയന്മാരും ജയന്തി അവിടെ നിന്ന് ഇറക്കി വിടുന്നു. തുടർന്ന് അവരെല്ലാം കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ്. പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഹരി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മാപ്പ് പറയുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നോട് പൊറുക്കണേ എൻ്റെ കണ്ണ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേസമയം കണ്ണൻ പൂജാമുറിയിലേക്ക് കയറി വന്ന് ഹരിയുടെ കാല് പിടിച്ച് മാപ്പ് പറയും. അതേപോലെ ശിവനോട് കാല് പിടിച്ച് മാപ്പ് പറയാൻ ചെല്ലുമ്പോൾ ശിവൻ പറയും, ആരോട് പുറത്താലും ഈ ജീവിതത്തിൽ ഞാൻ നിന്നോട് പൊറുക്കില്ല, കാരണം നീയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നു. തുടർന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടാകുന്നു. ശിവൻ നിങ്ങളെല്ലാം പുറത്തേക്ക് പോകാൻ, എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കുന്നുണ്ടെന്ന് പറയുന്നു. തുടർന്ന് ശിവനും അഞ്ജുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അഞ്ജു ഓരോ പഴയ കാര്യങ്ങൾ ഓർത്ത് പറയുന്നു. ശിവനും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇവരെല്ലാം കരുതി കൂട്ടിയാണ് ചെയ്തത്. ഊട്ടുപുരയിൽ വന്നതും കൃഷ്ണ സ്റ്റോഴ്സിൽ ഏട്ടനെ പിടിച്ച് കസേരയിൽ ഇരുത്തതും എന്നെ വന്ന് കാഷ് കൗണ്ടറിൽ ഇരുത്തി അത് കുറേ നേരം നോക്കി നിന്ന് സങ്കടപ്പെട്ടതും, അതുപോലെ തന്നെ ഏട്ടത്തെ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയത്, ഏട്ടത്തെ അവസാനമായി ആഹാരം കഴിക്കാൻ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചതും, അപ്പുവിനോട് മാപ്പ് പറഞ്ഞതും എല്ലാം അവർ നേരത്തെ കരുതി കൂട്ടി തന്നെയാണ്. എന്തെങ്കിലും വഴിയില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് ഹരിയേട്ടൻ പറയുന്നുണ്ട്. അഞ്ചു പറയുന്നുണ്ട്, എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ നാട്ടുകാർ എന്തെല്ലാം പറയും, ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളാണെന്ന് അവരറിയില്ലേ. അപ്പോൾ പറയും, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതേയും നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം നാട്ടുകാരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല, അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. എന്നിട്ട് ഇവർ 2 പേരോട് ഇങ്ങനെ സംസാരിച്ച്, നീ ഇനി അധികം കരയൊന്നും വേണ്ട, നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഞ്ജുവിനെ ശിവൻ സമാധാനിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള പുതുപുത്തൻ എപ്പിസോഡുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.